ഇന്ന് നമ്മളൊരു വാണം വിടാൻ പോവാണ്. നിഹാലിയും കൂട്ടിട്ട് എങ്ങടാ പോണിച്ചിട്ടാ? വിഷുവിന് വിടണ വാണം നമ്മൾ നേരത്തെ തന്നെ വിടാന്ന് വിചാരിച്ചു. ഒരു ലോഡ് വിചിത്രമായ പടക്കങ്ങളുണ്ട് നമ്മുടെ റോയൽ ക്രാക്കേഴ്സ്. എന്തൊക്കെ വന്നാലും ഇന്ന് നമ്മൾ വലിയ വാണം വിടും, ചെറിയ വാണം വിടും. ഒരു ലോഡ് വിചിത്രമായ പടക്കങ്ങൾ ഉണ്ടെങ്കിലും എന്റെ ശ്രദ്ധ മൊത്തം ആ റോക്കറ്റും സെവനപ്പിന്റെ ടിന്ന് പോലത്തെ പടക്കങ്ങളൊക്കെ ഉണ്ട്. ഇക്കാച്ചി വാണൊന്ന് വീട്ടിൽ പോയിട്ട് വിട്ടാൽ മതി എന്നുള്ള മൈൻഡ്. നമ്മൾ അവിടുന്ന് പറഞ്ഞിട്ട് വേഗം വീട്ടിൽ ഒരു വാണത്തിന്റെ കാല ചോടിയും ചെയ്തു. നട്ടുച്ച സമയത്ത് റോക്കറ്റ് വിടുന്ന ഫീൽ എങ്ങനെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ പാടത്തും വെച്ച് വിട്ട് അപ്പുറത്തെ വളപ്പിക്ക് പോയി. ഒരു ലോഡ് പടക്കങ്ങൾ നമ്മൾ റോയൽ ക്രാക്കേഴ്സിന് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി കടന്ന് പൊട്ടിക്കണം. എന്റെ പൊന്നെ, എന്തൊരു സൗണ്ട് ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അടക്കത്തിന്റെ സൗണ്ട് ആയിട്ട് നമ്മുടെ മുന്തിരി കള്ളന്മാര് വരുന്ന പോലെ വരും. എന്നാ പിന്നെ ഓനെ കൊണ്ടൊന്ന് പൊട്ടിപ്പിക്കാൻ വിചാരിച്ചു. മുന്തിരി കാര്യമായിട്ട് മുക്കുണ്ട്. നമ്മള് മേടിച്ചത് ഒക്കെയും വെറൈറ്റി സാധനങ്ങൾ, കാണാൻ തന്നെ നല്ല ചേല്. നമ്മള് പിന്നെ അവിടുന്ന് മേടിച്ചൊരു സാധനമാണ് എമ്പുരാൻ. ഈ പടക്കത്തിന്റെ പേര് എമ്പുരാൻ എന്നാണ്. കണ്ടിട്ട് കൈ പിടിച്ച് പൊട്ടിക്കണ പടക്കാൻ തോന്നുന്നു. മുന്തിരിയൊക്കെ എന്ത് പണ്ടാരാന്ന് വിചാരിച്ചിട്ട് എക്സൈറ്റ്മെന്റ് ആയി നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് വല്ല വാണം പോലെ മോൾക്ക് പോണതാണ്. പിന്നെയാണ് കാര്യം കത്തിയത്. ഇതെന്തോ ഒരു വിചിത്രമായ സംഭവം. മുന്തിരിയുടെ ഒക്കെ പൊലിവോക്കി മഷ്റൂം എന്ന് പറഞ്ഞ വിചിത്രമായ പടക്കാണ് ഇപ്പൊ അവൻ പൊട്ടിച്ചു. ഒരുപാട് ടൈമിംഗ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പറന്നു പോണ ഡ്രോണ് അപ്പുറത്തെ പറമ്പൊക്കെ പോയി. മെയിൻ ആയിട്ട് നമ്മൾ ഈ വാണം വിടാൻ ഉച്ചക്കും വിട്ടത് ഇപ്പൊ രാത്രിയും വിടാൻ പോവാണ്. അങ്ങനെ ആ വാണം വിട്ടോടെ നമുക്ക് തൃപ്തിയായി. ഇത്രയും പടക്കങ്ങൾ വാങ്ങിയത് നമ്മൾ ചാലക്കരയുള്ള റോയൽ ക്രാക്കേഴ്സിൽ നിന്നാണ്. വിഷു ആവാൻ നിൽക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ പടക്കങ്ങൾ വാങ്ങിയാച്ചോളൂ. അപ്പൊ അത്ര ഓക്കെ ബൈ.